ഹിന്ദു ഐക്യവേദിയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. ആർ.വി. ബാബു ഹിന്ദു ഐക്യവേദിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വത്സൻ തില്ലങ്കേരി വർക്കിംഗ് പ്രസിഡന്റായി തുടരും. ഹിന്ദു ഐക്യവേദിയുടെ 21ാം സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. ദീർഘകാലം ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷയായിരുന്ന കെ.പി. ശശികല ടീച്ചർ ഇനി മുഖ്യ രക്ഷാധികാരിയാകും. ആർ.വി. ബാബുവാണ് പുതിയ പ്രസിഡന്റ്. വത്സൻ തില്ലങ്കേരി വർക്കിംഗ് പ്രസിഡന്റായി തന്നെ തുടരും. പത്മശ്രീ N.K. കുഞ്ഞോൻ മാസ്റ്ററും K.N. രവീന്ദ്രനാഥും വി. പത്മനാഭനുമാണ് രക്ഷാധികാരികൾ. 16 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും അടങ്ങുന്ന പുതിയ നേതൃത്വത്തെ 21ാം സംസ്ഥാന സമ്മേളന വേദിയിൽ പ്രഖ്യാപിച്ചു. അഭിമാനത്തോടുകൂടി കേരളത്തിലൊരു ഹൈന്ദവ നേതൃത്വം, ഹിന്ദു നേതൃത്വം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ കഴിഞ്ഞ 10-20 വർഷക്കാലം കൊണ്ട് ഹിന്ദു ഐക്യവേദി ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഹിന്ദു ഐക്യവേദിയുടെ എല്ലാ തലത്തിലുമുള്ള പ്രവർത്തകരുടെ സഹകരണത്തോടെ കഴിയും എന്ന വിശ്വാസം പൂർണ്ണമായും എനിക്കുണ്ട്. അതനുസരിച്ച് ഈ പ്രവർത്തനം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ശക്തമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം RSS ദക്ഷിണ ക്ഷേത്ര കാര്യവാഹ് M. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രവർത്തന ക്ഷേത്രം കേരളത്തിലെ ഹിന്ദു സമൂഹമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ഘടന, അതിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്തുനിന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർക്ക് ഉണ്ടാവണം. കെ.പി. ശശികല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വത്സൻ തില്ലങ്കേരി സമാപന സന്ദേശം നൽകി. 3 ദിവസമായി വൈക്കത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഹൈന്ദവ വിഷയങ്ങളും മറ്റു സാമൂഹിക വിഷയങ്ങളും ചർച്ച ചെയ്ത് കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു. വിവിധ സാമുദായിക നേതാക്കളെ പങ്കെടുപ്പിച്ച് ഹിന്ദു നേതൃസമ്മേളനവും വൈക്കം സത്യാഗ്രഹ സെമിനാറും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ജനം, കോട്ടയം.